എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്പറുകളെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ബേസിലൂടെ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്പർ എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ദിവസവും എന്തോരം നമ്പറുകൾ ഇറക്കുന്നത് നമ്മൾ. അതായത് നമ്മൾ പൈസയുടെ കാര്യം പറയാൻ നേരത്തും, അതേപോലെ തന്നെ ഡേറ്റിൻ്റെ കാര്യം പറയാൻ നേരത്തും, സമയത്തിൻ്റെ കാര്യം പറയാൻ നേരത്തും എല്ലാം നമ്മൾ നമ്പറിലാണ് പറയുന്നത് അല്ലേ. 6 മണി, 12-ാം മാസം, 25-ാം തീയതി, 2025 എല്ലാം നമ്മൾ പറയുന്നത് നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്പറുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ നിങ്ങളോടൊരു നമ്പർ ചിന്തിക്കാൻ പറയുകയാണ്. നിങ്ങളപ്പോൾ ഒരു നമ്പർ ചിന്തിച്ചു അല്ലേ? നിങ്ങൾ ചിന്തിച്ചത് എന്തായാലും എനിക്കറിയാം 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 10 ചിഹ്നങ്ങൾ, ഈ 10 ചിഹ്നങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ചിഹ്നങ്ങളെ അടുക്കി വെച്ചായിരിക്കും. ആ അടുക്കി വെച്ചാൽ കിട്ടുന്ന ഒരു സംഖ്യയില്ലേ, അതാണ് നിങ്ങൾ ചിന്തിച്ചത്. അത് ശരി, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്പർ എന്ന് പറയുന്നത് ഈ 9 ചിഹ്നങ്ങൾ മാത്രമല്ല. ഈ 9 ചിഹ്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സംഖ്യകൾ മാത്രമല്ല നമ്പർ എന്ന് പറയുന്നത്. വേറെ നമ്പറുകളുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റമാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തെ മാത്രം ചിന്തിച്ചു? കാരണം ഇതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം. എന്താണ് നമ്പർ സിസ്റ്റത്തിൻ്റെ പേര്? ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിനെ പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതാണ് നമ്മുടെ ഇന്ത്യക്കാരും അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പണ്ടേ ഉത്ഭവിച്ച ഒരു നമ്പർ സിസ്റ്റമാണ്. അതാണ് നമ്മളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 9 ചിഹ്നങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാ നമ്പരും ഉണ്ടാക്കും. അതായത് 999, 237, 555663 ഏത് നമ്പർ എടുത്താലും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ഇതല്ലാതെ നമ്പർ സിസ്റ്റം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളൊരു നമ്പർ ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സാധാ ഒരു ഡെസിമൽ നമ്പറിനെയാണ് ചിന്തിച്ചത്. അത് സ്വാഭാവികമായി നിങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമായത് കാരണം മാത്രമാണ്. അതല്ലാത്ത നമ്പർ സിസ്റ്റങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചുമ്മാ ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞു പോവാം. അതൊക്കെയാണ് ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, പിന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞത്, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 10 അക്കങ്ങളുള്ള ഈ നമ്പർ സിസ്റ്റം. രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇതിൽ 2 അക്കങ്ങളേ ഉള്ളൂ. അതായത് 0, 1 എന്നുള്ള ഈ 0, 1 എന്നുള്ള ഈ 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ മൊത്തമുള്ള നമ്പറുകൾ ഉണ്ടാക്കുന്നത്. അതായത് 0, 1, 1, 0, 1, 1, 0, 0 എന്നുള്ള നമ്പരൊക്കെ ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. പക്ഷെ നമുക്ക് 2 എന്നുള്ളൊരു സംഖ്യ, 2 എന്നുള്ള ഒരു ചിഹ്നം ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരമുള്ള 0, 1 കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന നമ്പറാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇത് നമുക്ക് കമ്പ്യൂട്ടറുകളിലൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബൈനറി നമ്പർ സിസ്റ്റം വെച്ചാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റവും അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് 0, 1, 2, 3, 4, 5, 6, 7 അക്കങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അതേപോലെ തന്നെ അടുത്താണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാൻ നേരത്ത് 16 അക്കങ്ങളുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. അത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അത് കഴിഞ്ഞ് ABCDEF ആണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ 16 ചിഹ്നങ്ങൾ കൊണ്ടാണ് ഈ നമ്പർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 0, 1, AB3 ഇതെന്ന് പറയുന്നത് ഈ നമ്പർ സിസ്റ്റത്തിലെ ഒരു സംഖ്യ ആണ്. ഓക്കെ, സംഗതി മനസ്സിലായി? ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോയുടെ ആവശ്യത്തിൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ബേസിക് മാത്സ് കോഴ്സിൽ നമ്മൾ കൂടുതലും മാത്സിൽ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും യഥേഷ്ടം ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ തന്നെ ചിന്തിക്കാം. ഈ ബൈനറി ഒക്ടൽ ഹെക്സാഡെസിമൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്ലേസ് വാല്യൂ ഓഫ് ഡിജിറ്റ്സ് ആണ്. പ്ലേസ് വാല്യൂ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയാൻ നേരത്തെ നാം പറഞ്ഞു നമുക്ക് ഈ ഉള്ള 10 ചിഹ്നങ്ങളെയും വെച്ച് നമുക്ക് എന്ത് നമ്പറുകൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒരു നമ്പറായിരിക്കും നിങ്ങൾക്ക് സൃഷ്ടിച്ച് തരിക. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓരോ ഡിജിറ്റിനും ഓരോ അക്കത്തിനും വരുന്ന സ്ഥാനം എന്ന് പറയുന്നത് അതെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു എന്ന് പറയാൻ നേരത്ത് നമ്മളിവിടെ കാണുന്നില്ലേ, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നു ഈ 2016 6ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനമാണ്. 1ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനം, 0 എന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനം, 2 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നില്ലേ, ഞാൻ എഴുതി വെച്ചേക്കാം 1s, 10s, 100,000, 10,000, lakh, crore, 10 crore, 100 crore. അത് ഓരോ സ്ഥാന വിലകളാണത്. ഇപ്പോൾ 2016 6ൻ്റെ വിലയല്ല 2ൻ്റെ വില, എല്ലാം ഓരോ അക്കങ്ങളാണ്. ഞാൻ ചുമ്മാ എടുത്തിട്ടതാണ്. പക്ഷേ ഇട്ടപ്പോഴും
ആ അവസാനം കിട്ടിയ നമ്പറിൽ ഓരോന്നിൻ്റെ അക്കത്തിന് പല പല വിലകളാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാം. അതായത് ഈ 2016 ഞാൻ പറഞ്ഞു 6ന് 1ൻ്റെ സ്ഥാനമാണ്, 6ന് 1ൻ്റെ സ്ഥാനമാണ്, 1ന് 10ൻ്റെ സ്ഥാനമാണ്, 0ന് 100ൻ്റെ സ്ഥാനമാണ്, 2ന് 1000ൻ്റെ സ്ഥാനമാണ്. ഞാനിതിനാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തത്. എന്തിനാണ് ഞാനിങ്ങനെ ഗുണിച്ചു വെച്ചത്? കാരണം ഇപ്പം കിട്ടിയ നമുക്ക് ഓരോ നമ്പറുകളും ഇല്ലേ, ഇതിനെല്ലാത്തിനും നമ്മൾ കൂട്ടാൻ നേരത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? ഈ 2016 കിട്ടും. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നതേ ആ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം 2000 2 × 1000, അതായത് 2000 എത്രയാ? 0 × 100, 0 ഒന്നുമല്ല 0 പ്ലസ് 10, അതായത് 2010 അടുത്ത 6, അതെ 6. മനസ്സിലായില്ലേ? അപ്പോൾ 2000 + 10 + 6 എന്ന് പറയുന്നതാണ് 2016. നമുക്ക് ഒരു നമ്പർ തരികയാണെങ്കിൽ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ എഴുതാനാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇത് തരാം. ഞാനിപ്പോൾ 2016 എടുത്തു. ഇതിൽ 6ൻ്റെ വാല്യൂ ഞാൻ 1 കുറച്ചു. അപ്പോൾ എനിക്കെത്ത് കിട്ടി? 2015 കിട്ടി. അതേസമയം ഈ 2ൻ്റെ വാല്യൂ ഞാൻ 1 കുറച്ചിരുന്നെങ്കിലോ എനിക്ക് 1016 കിട്ടും. ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഇതെന്ന് പറയുമ്പോൾ 1ൻ്റെ വ്യത്യാസം, ഇതെന്ന് പറയുമ്പോൾ ഒരു 1000ൻ്റെ വ്യത്യാസം വന്നത്. അത് തന്നെ സാധനം. ഒരു നമ്പറിൽ ആ ഡിജിറ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് വളരെയധികം വലിയ മൂല്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്പർ ലൈൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ മൊത്തം നമ്മുടെ ഡെസിമൽ നമ്പറുകളെ നമ്മൾ ഒരു ലൈനിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ സാധനം. അതായത് നടുക്ക് നിൽക്കുന്നത് അതിൽ 0ആണ്. 0ത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകാൻ നേരത്തെ നമ്പറിൻ്റെ വാല്യൂ കൂടി വരുന്നു. നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരുന്നു. കാരണം 0 1 2 3 4 5 6 അങ്ങനെ കൂടി പോകുന്നു. നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ അതിൽ നിന്ന് ഓരോ വാല്യൂ കുറഞ്ഞു വരുന്നു. അതായത് 0ത്തിൽ നിന്ന് 1 കുറഞ്ഞ് -1, അതിൽ നിന്ന് 1 കുറഞ്ഞ് -2, -3, -4, -5, -6, -7 അങ്ങനെ പോകുന്നു. ഈ മൈനസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. നമ്മുടെ വ്യക്തി 0 എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങോട്ട് കുറച്ച് നടന്നപ്പോൾ ഇദ്ദേഹം 1ലെത്തി. അതായത് ഇദ്ദേഹം 1 കിലോമീറ്റർ കടന്നു. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 1 കിലോമീറ്റർ കടന്നു. അങ്ങനെ പുള്ളി പോവുകയാണെങ്കിൽ ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി അങ്ങ് പോകും. അതേസമയം ഇദ്ദേഹം പുറകോട്ട് നടക്കുകയാണെങ്കിലോ, ഇദ്ദേഹം പുറകോട്ടായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം 1 കിലോമീറ്റർ പുറകിലെത്തി. അതാണ് ഞാൻ ഈ മൈനസ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. മൈനസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പുറകിൽ എന്നുള്ളൊരർത്ഥം. 0ത്തിൽ നിന്ന് 1 കിലോമീറ്റർ പുറകോട്ട് പോയി. ഇങ്ങോട്ട് പിന്നെയും പോകാൻ നേരത്ത് ഇദ്ദേഹം പിന്നെയും പിറകോട്ട് പോയി. അങ്ങനെ ഇദ്ദേഹം പോയി അനന്തതയിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അനന്തതയാണ്. അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അനന്തതയാണ്. ഇദ്ദേഹം ഏത് സൈഡിലോട്ട് പോയോ ഒരു പ്രശ്നമില്ല, ഇദ്ദേഹം ഒരിക്കലും ഒരിടത്തും എത്താൻ പോകുന്നില്ല. കാരണം നമ്പർ ഇങ്ങനെ തീരാതെ അങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ 0 1 എന്നുള്ളൊരു ഭാഗത്തെ മാത്രം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. 0 1 എന്നുള്ളൊരു ഭാഗത്തെ മാത്രം ഞാൻ സൂം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇദ്ദേഹം 0ത്തിൽ നിന്ന് 1ലോട്ട് പോയെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലും വന്ന് നിൽക്കാമല്ലോ. പുള്ളി ഇവിടെ എത്തിയപ്പോൾ കിതച്ച് നിന്ന് പോയി. പകുതി കിലോമീറ്റർ ഇദ്ദേഹം പോയി. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? 0.5 കിലോമീറ്റർ പോയി. പകുതി കിലോമീറ്റർ പോയി. അദ്ദേഹം ഇതിന് മുമ്പായിരുന്നു നിർത്തിയിരുന്നെങ്കിൽ അതായത് ഏകദേശം ഈ പകുതി കിലോമീറ്ററിൻ്റെയും പകുതി, ഈ പകുതിയുടെയും പകുതി എന്ന് പറയുമ്പോൾ 1/4 ഭാഗം. ഇദ്ദേഹം 1/4 ഭാഗം പോയി. ഇവിടെ എത്തുകയാണെങ്കിൽ ഇദ്ദേഹം 3/4 ഭാഗം പോയി. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇത് പിന്നെയും ചെറുതായി അങ്ങനെ എത്രത്തോളം ചെറുതാക്കാം? വളരെയധികം ചെറുതാക്കാം. പകുതി എടുത്ത് അങ്ങനെ ഒരുപാട് ചെറുതാക്കി പോകാം. അതായത് അനന്തത എന്ന് പറയുന്നത് സൂം ചെയ്യുമ്പോഴുമുണ്ട്, ആ സൈഡിലോട്ട് പോകുമ്പോഴുണ്ട്, ഈ സൈഡിലോട്ട് പോകുമ്പോഴുണ്ട്. മൊത്തത്തിൽ അനന്തതയാണ്, മൊത്തത്തിൽ ഇൻഫിനിറ്റിയാണ്. അത്രയുള്ള കാര്യം. ചുമ്മാ ഞാനൊരു ഫൺ ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ എന്താണ് നമ്പർ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ സ്ഥാനവിലയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയറായി.
പിന്നെ നമ്പർ ലൈനെയും കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ആമുഖം പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെ എളുപ്പത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ കയറി നിങ്ങളെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. ഈ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തോരം പഠിച്ചു, എന്തോരം മനസ്സിലാക്കി എന്നുള്ള കാര്യം എനിക്കറിയണമല്ലോ. അതിനുവേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.